ഹായ് ഓൾ. ക്ലാസ് 9 ചാപ്റ്റർ നമ്പർ 14 പ്രപ്പോർഷൻ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 226 ഒരു ചോദ്യം, അതിൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യം പ്രപ്പോർഷൻ, രണ്ട് ക്വാണ്ടിറ്റീസ് പ്രപ്പോർഷൻ ആണോ നോക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാൾ എക്സും ഒരാളാരാണ് വൈയുമാണ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസിൽ ഞാൻ ഇവിടെ വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് എഴുതി. വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? കെ എക്സ്. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. എന്താണ് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ആ കെയ്ക്ക് ഒരു നിശ്ചിത സംഖ്യയായിരിക്കും അതിൻ്റെ വാല്യൂ. 1 2 3 അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെസിമൽസോ ഫ്രാക്ഷൻസോ എനിത്തിങ്, അതല്ലെങ്കിൽ പൈ പോലുള്ള നമ്മുടെ വാല്യൂസ്, പൈ √2 അങ്ങനത്തെ വാല്യൂസ്. എനിവേ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കെ. വൈയും എക്സും വേറെ രണ്ട് ക്വാണ്ടിറ്റീസാണ്. ഇവിടെ വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും വൈ ചേഞ്ചസ് പ്രൊപ്പോർഷണലി with respect to x. y changes proportionally with respect to x എന്ന് വെച്ചാൽ എന്താ? ഇവിടെ y x എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് ഡബിൾ ആയി എന്ന് വിചാരിക്കാം, നേരെ ഇരട്ടിയായി. അപ്പോൾ വൈയും എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറും. x എന്ന് പറഞ്ഞ വാല്യൂ ഒന്ന് 3 ടൈംസ് ആയി, അങ്ങനെയാണെങ്കിൽ വൈയും എന്തായിട്ട് മാറും? 3 ടൈംസ് ആവും. x എന്ന് പറഞ്ഞ വാല്യൂ 4 ടൈംസ് ആയി, അപ്പോൾ എന്തുമായിട്ട് മാറും? വൈയും 4 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ ജനറലി നമുക്ക് ഇത്ര ഒരു കാര്യം ഓർത്താൽ മതി. y എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഒന്നാമത്തെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി y ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ y ചേഞ്ച് ചെയ്യുന്നത് എക്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. ഇനി ഈ y ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ഒരു ഇക്വേഷൻ ആണല്ലോ ഇത്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞ ആൾ മാത്രം ഞാനിവിടെ നിർത്തി. ഇപ്പുറത്തെ സൈഡിൽ ആരുണ്ട്? y ഉണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണല്ലേ. ഈ ഇക്വേഷൻ്റെ y ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും, y ബൈ കെ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ഇതൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? y ഡിവൈഡഡ് ബൈ കെ, അഥവാ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കെ ഇൻറ്റു വൈ എന്ന് എഴുതാം. ആണല്ലോ, 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടുക വൈ ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ കെ ഇവിടെയുണ്ട്. അപ്പം 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കെ ഇൻറ്റു വൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. 1 ബൈ കെ, കെ എന്ന് പറഞ്ഞ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നല്ലായിരുന്നു നമ്മൾ പറഞ്ഞത്. കെ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? കോൺസ്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ, കെൻ്റെ വാല്യൂ 2 ആണെന്ന് എടുത്തോ. കെ ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 1 ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 ബൈ 2. അപ്പോൾ കെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 1 ബൈ കെയും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിവിടെ എഴുതാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു വൈ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ് ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു വൈ എന്നും പറയാം. എക്സ് ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ഒരാളെ മറ്റൊരാളെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ y ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നോ അതിന് പ്രൊപ്പോർഷണലായിട്ട് ആര് ചേഞ്ച് ചെയ്യും? y ചേഞ്ച് ചെയ്യും. ഇനി നേരെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ ഇൻസ്റ്റൻസ് ബിലോ, താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ ഷോ ദാറ്റ് സെക്കൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. സെക്കൻഡ് ക്വാണ്ടിറ്റി ഫസ്റ്റ് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓൾസോ ഫൈൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻ ഈച്ച്. അപ്പോൾ നമ്മൾ y ഈസ് ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ നേരത്തെ എടുത്ത പോലെ y ഈസ് ഈക്വൽ ടു കെ എക്സ് ആണെന്ന് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതിൽ y എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക? ഷോ ദാറ്റ് സെക്കൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ വൈക്ക് പകരം എന്ത് എഴുതാൻ കഴിയണം? ഓരോ സാഹചര്യത്തിലുള്ള സെക്കൻഡ് ക്വാണ്ടിറ്റി. എക്സിന് പകരം എന്ത് എഴുതാൻ കഴിയണം? ഫസ്റ്റ് ക്വാണ്ടിറ്റി ആണെന്ന് എഴുതാൻ കഴിയണം. ഫസ്റ്റ് ക്വാണ്ടിറ്റി
ഇനി ഈ കെ എന്ന് പറയുന്ന ആളാണ് എന്ത്, കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് അഥവാ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആരാണ്, കെ ആണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് കഴിയണം. ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം അല്ലേ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. The length of sides of squares and their perimeters. ശ്രദ്ധിക്കാം, ഇവിടുത്തെ ഫസ്റ്റ് ക്വാണ്ടിറ്റി, അവർ പറയുന്ന ഫസ്റ്റ് ക്വാണ്ടിറ്റി ആരാ, ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ്, സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് അല്ലേ. രണ്ടാമത്തെ ക്വാണ്ടിറ്റി ആരാ പറയുന്നത്, പെരിമീറ്റർ ആണ്. അപ്പോൾ ആ രണ്ട് കാര്യം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയേക്കാം. ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്, ലെങ്ത് ഓഫ് സൈഡ്, ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്ത്. ഇനി സെക്കൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരാണ്, പെരിമീറ്റർ ആണ്, പെരിമീറ്റർ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, സെക്കൻഡ് ക്വാണ്ടിറ്റി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻറ്റു ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്നൊരു ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് സാധിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് എന്തെന്ന് വരും, പെരിമീറ്റർ, ഇവിടെ പെരിമീറ്റർ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻറ്റു സെക്കൻഡ് ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് സൈഡ്, ലെങ്ത് ഓഫ് സൈഡ് ഞാൻ തൽക്കാലം എസ് എന്ന് വിളിച്ചു. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. ജസ്റ്റ് ഇതൊന്നും എഴുതി വെക്കേണ്ട, കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കാം എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഒരു സ്ക്വയർ. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ സൈഡ് ഒരു 1 ആണെങ്കിൽ, ഇതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാം. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, ഞാനിവിടെ ഒരു കോളം ഉണ്ടാക്കാം, സൈഡ് പെരിമീറ്റർ. സൈഡ് ഒരു 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നോക്കുക, ഈ രണ്ടാമത്തെ സൈഡ് നമ്മളെ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 1 സെൻറ്റിമീറ്റർ, ഇതും എത്രയായിരിക്കും 1, ഇതും എത്രയായിരിക്കും 1, അങ്ങനെ 4 സൈഡും 1 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ പെരിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടുക 4 × 1 ആണ് കിട്ടുക. 4 × 1 എത്രയാണ്, 4. ഇനി ഒരു സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് പെരിമീറ്റർ എത്രയാണ്, 4 × 2, 4 × 2 എത്രയാണ്, 8. ഇനി 3 സെൻറ്റിമീറ്റർ ആണെങ്കിലോ 4 × 3, 4 × 3 എത്രയാണ്, 12. അപ്പോൾ ജനറലായിട്ട് ഒരു കേസാണ് നമ്മളിവിടെ പറയേണ്ടത്. ഒരു സൈഡിന് ഞാൻ തൽക്കാലം എന്തെന്ന് വിളിച്ചു, എസ് ആണെന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു, എസ്. അങ്ങനെയാണ് ഈ പെരിമീറ്റർ എന്താ കിട്ടുക, 4 × എസ്. ഈ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല, കോൺസെപ്റ്റ് മാത്രം ക്ലിയർ ആയാൽ മതി. ഇനി എങ്ങനെ എഴുതുക, ലെറ്റ് ലെങ്ത് ഓഫ് വൺ സൈഡ്, ലെങ്ത് ഓഫ് വൺ സൈഡ് ഈക്വൽ ടു എസ്, എസ് എന്ന് വിളിച്ചു. പെരിമീറ്റർ ഈക്വൽ ടു പി എന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പി ഈക്വൽ ടു പെരിമീറ്റർ ഈക്വൽ ടു 4 × 1 സൈഡാണ്. നോക്ക്, നമ്മുടെ ആദ്യത്തെ അതേ ഫോമിലേക്കായി അല്ലേ. വൈക്ക് പകരം ഇവിടെ ആരുണ്ട്, പി. എക്സിന് പകരം എസ് ഉണ്ട്, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ആരാണ്, 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, പി ചേഞ്ചസ്, പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് വൺ സൈഡ്. ഒരു സൈഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആര് ചേഞ്ച് ചെയ്യുക, പെരിമീറ്റർ ചേഞ്ച് ചെയ്യുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഇവിടെ എന്താ വരിക, മാറാതിരിക്കുന്ന ആൾ ആരാ, 4 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ കെ ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് ഇത്രയും ഒരു പോർഷനിലുള്ള കാര്യങ്ങൾ മാത്രം മതി, ഈ കാര്യങ്ങൾ മാത്രം മതി. മറ്റേ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നേരെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ദ ലെങ്ത് ഓഫ് വയേഴ്സ് ബെൻഡ് ഇൻ ടു സ്ക്വയേഴ്സ്. ഒരു വയർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ആയിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലൊരു വയർ നീളത്തിലുള്ളൊരു കഷ്ണം അതേപോലെ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ക്വയർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് അവർ പറയുന്നത് ലെങ്ത് ഓഫ് വയർ ആണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി ആരാണ്, ലെങ്ത് ഓഫ് വയർ. സെക്കൻഡ് ക്വാണ്ടിറ്റി ആരാണ്, ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദാറ്റ് സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ
ലെങ്ത് ഓഫ് സൈഡ്സ്. നോക്കാം എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇവിടെയും ജസ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ആ തന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചു. ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വയറാണ്. സെക്കൻഡ് ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയറിൻ്റെ സൈഡാണ് സെക്കൻഡ് ക്വാണ്ടിറ്റി. ഇനി നമുക്ക് എന്ത് വേണ്ടി വരും? സെക്കൻഡ് ക്വാണ്ടിറ്റി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു വയറുണ്ട്. ഇതൊരു വയറാണെന്ന് വിചാരിക്കാം. ഈ കാണുന്ന ആളെന്താണ്? ഒരു വയറാണ്. ഈ വയർ ഞാനിതൊക്കെ ഇവിടെ വരെ വെച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്തു. വീണ്ടും അടുത്ത കഷ്ണം ബെൻഡ് ചെയ്തു. അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഞാൻ എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ താഴെ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സ്ക്വയർ ബെൻഡ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി. ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെ താഴോട്ട് ബെൻഡ് ചെയ്തു, ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ഉണ്ടാക്കിയത് എന്താണ്? ഒരു സ്ക്വയറാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോ, എന്താ ഇവിടെ സംഭവിച്ചത്? ഈ ടോട്ടൽ വയറിൻ്റെ ലെങ്ത്തിനെയാണ് ഞാനിവിടെ ബെൻഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റിയത്? സ്ക്വയറാക്കി മാറ്റിയത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത്തും ഈ സ്ക്വയറിൻ്റെ ടോട്ടൽ എല്ലാ സൈഡ് കൂട്ടിയതും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഈ വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ എന്തിന് ഈക്വൽ ആയിരിക്കും? പെരിമീറ്ററിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ പോയിന്റ്. ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വയർ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ലെങ്ത് ഓഫ് വയർ എന്താ ഈക്വൽ ആയിരിക്കും? പെരിമീറ്റർ ഓഫ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോ, ടോട്ടൽ ഇതൊരു 100 സെൻറ്റിമീറ്റർ ആണ് ഈ വയറിൻ്റെ ലെങ്ത് എങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ആ 100നെ 4 കഷ്ണമാക്കിയില്ലേ? 1 2 3 4 4 കഷ്ണമാക്കിയാൽ ഒരു പീസല്ലേ? അപ്പോൾ 100/4 ആയിരിക്കും. 100/4 എത്രയാണ്? 25. ഇനി 200 സെൻറ്റിമീറ്റർ ആണ് വയറെങ്കിൽ ഇവിടെ ഒരു സൈഡ് എത്രയായിരിക്കും? 200/4 ആയിരിക്കും. എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഒരു 500 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു വയറെങ്കിൽ നമുക്കിവിടെ ലെങ്ത്ത് കിട്ടും 500/4. എത്ര കിട്ടും? 125 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ജനറലി ആണ് പറയേണ്ടത്. അപ്പോൾ ജനറലി പറയുമ്പോൾ എങ്ങനെയാണ് പറയാം? 100 200 എന്നൊന്നും പറയില്ല, നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കും. ഞാൻ തൽക്കാലം ലെങ്ത് ഓഫ് വയറിനെ ഞാൻ വിളിച്ചു പി ആണ്. പി എന്ന് വിളിച്ചു, വെറുതെ ഒരു പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1 സൈഡ് ഓഫ് സ്ക്വയർ എന്ത് കിട്ടും? 1 സൈഡ് ഓഫ് സ്ക്വയർ, ആ പീനെ 4 കഷ്ണാക്കിയാൽ ഒരു കഷ്ണം, p/4 അല്ലേ? അപ്പോൾ ഞാൻ 1 സൈഡ് ഓഫ് സ്ക്വയറിനെ ഞാൻ ഇവിടെ തൽക്കാലം വിളിക്കുകയാണ് എസ് എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എസ് ഇസ് ഈക്വൽ ടു എന്താണ്? p/4 എന്ന് പറയും. എസ് ഇസ് ഈക്വൽ ടു എന്താണ്? p/4. അതാണ് ഇവിടുത്തെ റിലേഷനും. എസ് ഇസ് ഈക്വൽ ടു p/4 എന്ന് വെച്ചാൽ 1 സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു ലെങ്ത് ഓഫ് വയർ ഡിവൈഡഡ് ബൈ 4. ഇനി ഈ ഒരു ഇക്വേഷനിലേക്ക് ജസ്റ്റ് നോക്കുക. എസ് ഇസ് ഈക്വൽ ടു p/4. ഇതിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു പി. 1/4 ഇൻറ്റു പി. നോക്കുക, നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ക്വാണ്ടിറ്റി അറിയായിരുന്നു? ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ആണ്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഇനി ഫസ്റ്റ് ക്വാണ്ടിറ്റി അറിയായിരുന്നു? ലെങ്ത് ഓഫ് വയർ ആണ്. അത് തന്നെയല്ലേ നമ്മൾ പി എന്ന് വിളിച്ചത്? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് റിലേഷൻ ഉണ്ട് കയ്യിൽ. എസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു പി ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എസ് ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, എസ് എന്ന് പറഞ്ഞാൽ 1 സൈഡ് ഓഫ് സ്ക്വയർ ആണ്. 1 സൈഡ് ഓഫ് സ്ക്വയർ. അപ്പോൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ തന്നെ എഴുതി വെക്കാം. 1 സൈഡ് ഓഫ് സ്ക്വയർ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു പി. പി എന്ന് പറഞ്ഞാൽ ആരാ? ലെങ്ത് ഓഫ് വയർ. ഇനി ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആരാണ്? ഈ കാണുന്ന 1/4 ആണ് അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ആരാണ്? 1/4 ആണ്. അപ്പോൾ അതവിടെ എഴുതി വെക്കുക. 1/4 ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ആ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു.
സബ് ക്വസ്റ്റ്യൻ 3ലേക്ക് നോക്കുക. ഇങ്ങനെയാണ് പറയുന്നത്: നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ സർക്കിൾ റോളിംഗ് അലോങ് എ ലൈൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് അലോങ് ദ ലൈൻ. ഒരു ലൈൻ ഉണ്ട്, സേ ഈ കാണുന്ന ആളെന്താണ്, ഒരു ലൈനാണെന്ന് വിചാരിക്കാം. ഈ ലൈനുമിൽ ഒരു സർക്കിൾ ഉണ്ട്, ഇത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. ഈ സർക്കിൾ ഈ ലൈനിൽ കൂടെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കറങ്ങി പോകുമ്പം നമ്പർ ഓഫ് റൊട്ടേഷൻ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് റൊട്ടേഷൻ, എത്ര വട്ടം കറങ്ങി എന്നുള്ളത്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് എലോങ് ദ ലൈൻ, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ പ്രൊപ്പോർഷണൽ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കി നോക്കാം. അപ്പോൾ ഇവിടെയും ആ ഡാറ്റാസ് ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി, നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി ആരാണ്? നമ്പർ ഓഫ് റൊട്ടേഷനാണ്, നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി. സെക്കൻഡ് ക്വാണ്ടിറ്റി ആരാണ്? സെക്കൻഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കൊന്ന് മനസ്സിലായി. ജസ്റ്റ് അതൊന്ന് ഇവിടേക്ക് എഴുതാം. ഇവിടെ തന്നെ നോട്ടെ, നേരിട്ട് തന്നെ നമുക്ക് ആൾക്കാരെ വിളിക്കാം. ഈ നമ്പർ ഓഫ് റൊട്ടേഷനെ ഞാൻ തൽക്കാലം എന്തെന്ന് വിളിച്ചു? എന്ന് വിളിച്ചു. എൻ നമ്പർ ഓഫ് റൊട്ടേഷൻസ് എന്ന് വിളിച്ചു. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഞാൻ എന്തെന്ന് വിളിച്ചു? എസ് ആണെന്ന് വിചാരിച്ചു. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്? എസ് ആണെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു. ഓക്കെ, ഇനി നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെക്കൻഡ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ നമുക്കൊന്നും കൂടെ പറയാം. നോക്കിക്കോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഈ സ്ട്രെയിറ്റ് ലൈനിൽ എന്തിട്ടുണ്ട്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു സർക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ സർക്കിൾ ഇനി ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി ഇങ്ങോട്ട് സഞ്ചരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് ഇവൻ ഈ കാണുന്ന സർക്കിള് സഞ്ചരിച്ച് കണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഒരു വട്ടം പൂർണ്ണമായിട്ട് കറങ്ങി. എങ്ങനെയാണ്? ഇവിടെ നിന്ന് സഞ്ചരിച്ച് കണ്ട് ഇവിടെ വരെ ഒരു വട്ടം പൂർണ്ണമായിട്ട് കറങ്ങി, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്തിന് ഈക്വലായിരിക്കും? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കംഫറൻസ് ഓഫ് സർക്കിളിന് ഈക്വലായിരിക്കും. സർക്കംഫറൻസ് ഓഫ് സർക്കിളിന് ഈക്വലായിരിക്കും. ഒരു വട്ടം പൂർണ്ണമായിട്ട് കറങ്ങിയാൽ ഒരു സർക്കംഫറൻസ് കറങ്ങി എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ വട്ടം കറങ്ങിയെന്ന് വിചാരിച്ചോ, ഒരു വട്ടം കൂടെ കറങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കംഫറൻസും കൂടെ കറങ്ങും, 2 സർക്കംഫറൻസ് ആയില്ലേ. മൂന്നാമത്തെ വട്ടം കറങ്ങി, അപ്പോൾ എത്ര സർക്കംഫറൻസ് കറങ്ങും? 3 സർക്കംഫറൻസ് കറങ്ങും. നാലാമത്തെ വട്ടം കറങ്ങിയാലോ 4 സർക്കംഫറൻസ്. അങ്ങനെയാണെങ്കിൽ n ടൈംസ് കറങ്ങി. നമ്മളെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നത് n ടൈംസ് കറങ്ങി എന്ന് വിചാരിക്കുക. അപ്പം n ടൈംസ് സർക്കംഫറൻസ് ആണാവുക, n ടൈംസ് സർക്കംഫറൻസ്, അതാണ് സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ എനിക്കിവിടെ എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു നമ്പർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഇൻറ്റു നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡിനെ നമ്മൾ എന്തെന്ന് വിളിച്ച്? എസ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു സർക്കംഫറൻസിനെ ഞാൻ തൽക്കാലം എന്തെന്ന് വിളിക്കുകയാണ്? സി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ സി ഇൻറ്റു എൻ വരും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഡിസ്റ്റൻസ് ട്രാവൽഡ് നമ്മൾ എത്ര വട്ടം കറങ്ങിയോ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. എന്നും നമ്മൾ എത്ര വട്ടം കറങ്ങിയോ അതിനനുസരിച്ചാണ് എൻ വരിക. പക്ഷേ സി എന്ന് പറഞ്ഞ വാല്യൂ, സർക്കംഫറൻസ് എന്ന് പറഞ്ഞ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഇവിടെ ഒറ്റ സർക്കിളല്ലേ എടുക്കുന്നുള്ളൂ. ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും ഡിസ്റ്റൻസ് ട്രാവൽഡ് ചേഞ്ചസ് proportionally with respect to number of rotations
നമ്പർ ഓഫ് റൊട്ടേഷൻസിനനുസരിച്ച് ആര് ചേഞ്ച് ചെയ്യും? ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്ന ആൾ ചേഞ്ച് ചെയ്യും. ഇനി ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആരാണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സി ആണ്. സി എന്ന് പറഞ്ഞാൽ ആരാ? സർക്കംഫറൻസ്. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് സർക്കിളാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അപ്പോൾ പേജ് നമ്പർ 226 ഒരു ചോദ്യം, അതിൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി ചോദ്യങ്ങൾ അടുത്തൊരു പാർട്ടായിട്ട് കാണാം. താങ്ക്